ഉപദേശത്തിന്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിന്റെ പേരിലോ അധ്യാപകർ കേസ് നേരിടേണ്ടി വരരുതെന്ന് ഹൈക്കോടതി. അധ്യാപകനെതിരെ സ്കൂളിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ 14 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ നിരീക്ഷണം? ഈ ലഹരി വസ്തുക്കളൊക്കെ ബാഗിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നതിനും ഈ വിദ്യാർത്ഥികൾ തമ്മിലടിച്ചാൽ അവരെ ഒരു കമ്പെടുത്ത് ഒന്ന് തല്ലുകയോ അല്ലെങ്കിൽ ഒന്ന് ശിക്ഷിക്കുകയോ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ക്രിമിനൽ കേസ് എടുക്കുന്ന കുറ്റമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിമർശനം കൂടി വരുന്നത്. ചെറിയ സംഭവങ്ങളുടെ പേരിൽ അധ്യാപകർ കേസ് നേരിടേണ്ടി വരരുത് എന്ന് കോടതി പറയുന്നു. ഉപദേശിച്ചതിൻ്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകിയതിൻ്റെ പേരിലോ അധ്യാപകർ കേസിൽ പ്രതികളാകരുത് എന്നാണ് കോടതി പറയുന്നത്. വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ സ്കൂളിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ 14 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തണം, ശേഷമേ കേസിലേക്ക് പോകാവൂ. അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്ക് പോലും ക്രിമിനൽ കേസ് എടുക്കുന്നതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ തന്റെ മകനെ അധ്യാപകൻ വടികൊണ്ട് തല്ലി എന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ ഹർജിയിൽ വിഴിഞ്ഞം പോലീസ് നേരത്തെ ക്രിമിനൽ കേസ് എടുത്തിരുന്നു. കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് നിർണായക നിരീക്ഷണങ്ങൾ ഉണ്ടായത്. വിദ്യാർത്ഥികളുടെ സ്വഭാവവും അച്ചടക്കവും മറ്റും സംബന്ധിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ അധ്യാപകർ ഭയപ്പെടുകയാണെന്നും കോടതി പറഞ്ഞു. ശ്രദ്ധേയമായ നിരീക്ഷണം, അധ്യാപകർക്ക് സംരക്ഷണം നൽകുന്ന കോടതിയുടെ തീരുമാനം. ശരി, സമീപകാലത്ത് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ പുറത്തുവരുന്നത്. ഉപദേശിച്ചതിന്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിന്റെ പേരിലോ അധ്യാപകർ കേസ് നേരിടേണ്ടി വരരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.